അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. സഞ്ജീവ് മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു കുഴി പോലെയുള്ള സ്ഥലത്ത് നിറയെ കരിയില കിടക്കുന്ന വഴിയോട് ചേർന്ന് ഒരു ഗ്യാരേജ് കണ്ടു. കരച്ചിൽ അവിടെ നിന്നാണ് കേൾക്കുന്നത്. സഞ്ജീവ് ഇറങ്ങിച്ചെന്നു. പതിയെ ആ ഗ്യാരേജിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവിടെ ഉപേക്ഷിച്ച നിലയിൽ ഒരു ജീപ്പ് കണ്ടു. മുഴുവനും വല പിടിച്ച് പൊടിയുമായിട്ട് കിടക്കുന്നു. വലതുവശത്തായി അടുക്കി വെച്ചിരുന്ന ടയറുകളുടെ മുകളിൽ ഒരു കുഞ്ഞു പാവയിരിക്കുന്നത് കണ്ടു. സഞ്ജീവ് അതിനെ കൈ കൊണ്ടെടുത്തതും കുഞ്ഞിന്റെ കരച്ചിൽ കാതടപ്പിക്കുന്ന രീതിയിലായി. ആ കരച്ചിൽ ഗ്യാരേജിന്റെ അകത്തേക്ക് അടുത്തടുത്ത് വന്നു. പെട്ടെന്നൊരു അലർച്ചയോടെ ആ ഗ്യാരേജിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് എന്തോ ഒരു സത്വം അകത്തേക്ക് സഞ്ജീവിന്റെ അടുത്തേക്ക് പാഞ്ഞടുത്തു. ഒരു നിലവിളിയോടെ സഞ്ജീവ് ഞെട്ടിത്തരിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ആ ശബ്ദം കേട്ട് കൂടെ കിടന്നുറങ്ങിയ സണ്ണി കട്ടിൽ നിന്ന് ചക്ക വീഴും പോലെ താഴേക്ക് വീണു. റൂമിലേക്ക് ശബ്ദം കേട്ട് ഓടിയെത്തിയ അനൂപും വിവേക്കും വിജയും കണ്ടത് ഇരുന്ന് കിതയ്ക്കുന്ന സഞ്ജീവനെയാണ്. വിജയ്: ചേട്ടായി, എന്തുപറ്റി? സഞ്ജീവ്: ഒന്നുമില്ല, പരിചയമില്ലാത്ത സ്ഥലത്തു കൂടി വന്നതല്ലേ, ഓരോ ഓർമ്മകൾ മനസ്സിൽ സ്വപ്നമായിട്ട് കയറി വന്നു എന്ന് കിതച്ചുകൊണ്ട് സഞ്ജീവ് പറഞ്ഞു. വിവേക്: എടാ അനൂപേ, പോയി കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വാ. അത് കേട്ടതും അനൂപ് ഓടിപ്പോയി. സണ്ണി: എന്നാലും മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചേട്ടായി ഇങ്ങള്. വിജയ്: നീ എവിടെയാണോ കിടന്നത്? സണ്ണി: അത് ചേട്ടായിക്കൊരു ധൈര്യത്തിന്. പറഞ്ഞു തീർന്നതും വെള്ളമെടുക്കാൻ പോയ അനൂപിന്റെ നിലവിളിയാണ് അവർ കേട്ടത്. സഞ്ജീവും സണ്ണിയും വിവേക്കും വിജയുമെല്ലാം അനൂപിന്റെ നിലവിളി കേട്ട് ഒരു നിമിഷം ഒന്ന് ഞെട്ടി. എന്നിട്ട് അവർ എല്ലാവരും അവന്റെ അടുത്തേക്ക് ഓടി. വിവേക്: ഡാ അനൂപേ, നീ എവിടെയാ? വിജയ്: നീ അവിടെ പോയി നോക്ക്. സഞ്ജീവ്: ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോടാ. വിവേക്: ഒരു മൊന്ത വെള്ളമെടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇവൻ എന്താടാ കുഴൽ കിണർ അടിക്കാൻ പോയോ പണ്ടാരം. ഡാ അനൂപേ. അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് സണ്ണി ഓടി വരുന്നു. സഞ്ജീവ് ചേട്ടാ, ഓടിക്കോ. വിവേക്: എന്താടാ? വിജയ്: എന്താടാ, എങ്ങോട്ടോടാൻ? സഞ്ജീവ്: നിക്കടാ, കാര്യം പറ, നീ അവനെ കണ്ടോ? സണ്ണി: അവനാ അടുക്കളയിൽ ബോധം കെട്ട് കിടക്കുന്നു. വിവേക്: എന്നിട്ട് നീ ഇതെങ്ങോട്ട് പോകുന്നു? സണ്ണി: അതല്ലടാ ഞാൻ ഇങ്ങോട്ട് ഓടിയത്. വിജയ്: പൊന്നു മരഭൂതമേ, ഒന്ന് വാ കൂടെ. എവിടെയാ അവൻ? സണ്ണി: വാ, ദേ അവിടെ കിടക്കുന്നു. അടുക്കളയിലേക്ക് അവർ എല്ലാവരും ഒരുമിച്ച് ഓടിക്കയറി ചെന്നപ്പോൾ ബോധം കെട്ടി കിടക്കുന്നു. നിലത്ത് മുഴുവൻ ചോര. എല്ലാവരും ഒന്ന് ഞെട്ടി. സഞ്ജീവ്: ഡാ വിജയ്, കുറച്ച് വെള്ളം എടുക്ക്. പൈപ്പിന്റെ അടുത്ത് ചെന്ന വിജയ് ഞെട്ടി. കാരണം ചോര കണ്ടത് അനൂപിന്റേതല്ല, പൈപ്പിൽ നിന്നാണ് ചോര വരുന്നത്. വിജയ് അലറി വിളിച്ചു: സഞ്ജീവ് ഏട്ടാ. സഞ്ജീവ്: എന്താടാ? വിജയ്: ദേ ഇത് കണ്ടോ? സഞ്ജീവ് ഉൾപ്പെടെ എല്ലാവരും പൈപ്പിൽ നിന്ന് വരുന്ന കട്ട ചോര കണ്ട് ഞെട്ടി. പൈപ്പ് അടച്ച് എല്ലാവരും ചേർന്ന് അനൂപിനെ എടുത്ത് ഹാളിൽ കൊണ്ട് കിടത്തി സഞ്ജീവിന്റെ ബാഗിൽ നിന്നും ഒരു കുപ്പി വെള്ളമെടുത്ത് അനൂപിന്റെ മുഖത്ത് തെളിച്ചു. ഭാഗ്യമെന്ന പോലെ അനൂപ് ഉറക്കത്തിൽ നിന്ന് എണീക്കും പോലെ എഴുന്നേറ്റു. വിജയ്: എന്താടാ നിനക്ക് പറ്റിയത്? അനൂപ്: ഞാൻ. സണ്ണി: നീ തന്നെയാണ്, അല്ലാതെ വേറെ ആരും അല്ല. ഒന്ന് അങ്ങോട്ട് പറയടാ, ഇട്ട് ലാഗ് അടുപ്പിക്കാതെ. അനൂപ്: പറയുവാടാ പുല്ലേ. ചേട്ടായി, ഞാൻ ചെന്ന് പൈപ്പ് തുറന്നപ്പോ പൈപ്പിൽ നിന്ന് കട്ട ചോരയാണ് പുറത്തേക്ക് വന്നത്. ഞാൻ പേടിച്ചു പോയി. സഞ്ജീവ്: അത് തന്നെയാണ് ഞങ്ങളും കണ്ടത്. സണ്ണി: ധൈര്യശാലികളായതുകൊണ്ട് ഞങ്ങ ബോധം കെട്ടില്ല. വിജയ്: എന്നാലും എങ്ങനെയാ പൈപ്പിൽ നിന്ന് ചോര വന്നത്? വിവേക്: ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സണ്ണി: എടാ, ഒന്നാമതേ ഇവിടെ പ്രേതശല്യമൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. ഇനി അങ്ങനെ വല്ലതും ആയിരിക്കുമോ? സഞ്ജീവ്: പഴയ വീടല്ലേ, മുകളിലത്തെ ടാങ്കിൽ വല്ലതും ചത്തു കിടപ്പുണ്ടാവും, അങ്ങനെ വന്നതാവാം. അനൂപ്: അത് ശരിയായിരിക്കാം. സണ്ണി: എന്ത് ശരിയായിരിക്കാം? എടാ കൊച്ചർക്ക, നീ വലിയ ധൈര്യശാലി ഒന്നും അല്ലല്ലോ. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നിന്റെ ബോധം പോയതല്ലേ. ഇനി നീ കൂടുതൽ ഡയലോഗ് അടി വേണ്ട. അനൂപ്: അയ്യടി, എവള് ഭയങ്കര ധൈര്യമുള്ളവൾ. എടാ നാണം കെട്ടവനെ, നീ പേടിച്ചിട്ടല്ലടാ സഞ്ജീവന്റെ ഒപ്പം പോയി കിടന്നുറങ്ങി പേടിച്ച് ചക്ക വീഴും പോലെ വന്ന് വീണത്. എന്നിട്ട് നിന്റെ ഡയലോഗ് അടി നിർത്താദ്യം.
വിജയ്: ഓ, ഒന്ന് നിർത്തുമോ? ആ മത്തായച്ചൻ വരട്ടെ, എന്നിട്ട് പുള്ളിയോട് തന്നെ ചോദിക്കാം. വിവേക്: ഉള്ള ഉറക്കവും പോയി. സഞ്ജീവ്: എല്ലാറ്റിനും കാരണം ഞാൻ കണ്ട സ്വപ്നമായിരുന്നു അല്ലേ? വിജയ്: ആ, ഇനി ചേട്ടായി തുടങ്ങിക്കോ. പിന്നല്ല. സഞ്ജീവ്: ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതാണേ. വിവേക്: ചേട്ടായി, എന്തായാലും ഉറക്കം പോയി. നമുക്ക് ആ കുപ്പി അങ്ങ് പൊട്ടിച്ചാലോ? സണ്ണി: ആ, അത്. വിജയ്: എന്ത്? സണ്ണി: ഒന്നുമില്ല, അത് നല്ല കാര്യമെന്ന് പറയാൻ വന്നതാ. അനൂപ്: ന്യായം അടിക്കാൻ വന്നതാ അളിയോ, പണി പാളി, അതാണ് നിന്ന് പരിങ്ങിയത്. സഞ്ജീവ്: എന്തായാലും ഇനി അടി മുടക്കേണ്ട, എടുത്തു വെച്ച് പൊട്ടിക്കടാ പിള്ളേരെ. അവർ എല്ലാവരും ചേർന്ന് ഒരു വോഡ്ക കുപ്പി പൊട്ടിച്ച് അടി തുടങ്ങി. സണ്ണിയാണ് കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിനായി നിന്നത്. 4 എണ്ണം ഒഴിച്ചു വെച്ച് സഞ്ജീവും വിജയും വിവേകും എടുത്ത് ഒരെണ്ണത്തിൽ വെള്ളം ഒഴിക്കാതെ മാറ്റിവെച്ചു. എന്നിട്ട് സണ്ണി: എടാ അനൂപേ, നിനക്ക് പച്ചവെള്ളം വേണോ അതോ ഇനി 7up വേണോ? അനൂപ്: എനിക്ക് ആ ബാഗിൽ നിന്ന് 7up എടുത്ത് ഒഴിക്കും വെച്ചു. സണ്ണി 7up എടുക്കാൻ പോയ തക്കം നോക്കി അനൂപ് ഒഴിച്ചു വെച്ചിരുന്ന ഗ്ലാസ്സിൽ കുറച്ചുകൂടി മദ്യം ഒഴിച്ചു വെച്ചു. തിരികെ 7upമായി എത്തിയ സണ്ണിയോട് വിജയ്: ഡേ, ആ മിച്ചറിങ്ങെടുത്തേ. മിച്ചർ എടുക്കാൻ സണ്ണി തിരിഞ്ഞ തക്കം നോക്കി മറ്റേ ഗ്ലാസ്സിൽ 7up പൊട്ടിച്ചൊഴിച്ചിട്ട് അനൂപ് ആ ഗ്ലാസ് കയ്യിലെടുത്തു. തിരികെ വന്ന സണ്ണിയോട് അനൂപ്: ഡേ, നിനക്കുള്ളതിലും ഞാൻ 7up അഴിച്ചു വെച്ചിട്ടുണ്ട്, വേണയിലെടുത്ത് കുടിക്കാൻ നോക്ക്. അല്ല, ഇനി 7up ഒഴിച്ചതുകൊണ്ട് തമ്പുരാൻ കുടിക്കോ ആവോ? സണ്ണി: അതെന്ത് ചോദ്യം മാൻ. പട്ടച്ചാരായം പച്ചക്കടിച്ച് കയറ്റിയിട്ട് ഉച്ചയ്ക്ക് പച്ചപ്പാട വരമ്പത്ത് പച്ചപ്പുല്ല് പുല്ലേ പോലെ പറിക്കാൻ പോണ കുടുംബക്കാരാ എന്റെ ഫാമിലി. ആ കുടുംബത്തിൽപ്പെട്ട ഞാൻ ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്ക് ഇത് അകത്താക്കേണ്ടതാണ്. എന്നാലും ആന മെലിഞ്ഞാൽ സാഹചര്യം അതാണെങ്കിൽ തൊഴുത്തിൽ കെട്ടിയാലല്ലേ പറ്റൂ. വിജയ്: നിന്ന് കഥാപ്രസംഗം നടത്താതെ എടുത്ത് അടിക്കാൻ നോക്കടാ. വിവേക്: ആ, നിക്ക്, അങ്ങനങ്ങ് അടിക്കാൻ വരട്ടെ. എന്തായാലും ആദ്യ പെഗ് ഒറ്റ വലിക്ക് അകത്താക്കണം. എന്തു പറയുന്നു? അനൂപ്: ഞാൻ റെഡി. സണ്ണി: ബോധവും പൊക്കണവുമില്ല, എന്നാലും എന്തും വലിച്ചു വാരി കയറ്റാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ ആള്. ഡേ വിവേകേ, ആ കുപ്പി മൊത്തം എടുത്തു കൊടുക്ക്, വേണേൽ ഇവൻ ഒറ്റ വലിക്ക് തീർക്കും. പോവേ. അനൂപ്: അതെന്റെ കഴിവ്. സണ്ണി: എന്നാ ഇന്ന് ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ എല്ലാവരും പെഗ് കയ്യിലെടുത്തു. ചിയേഴ്സ് പറയുന്നു. സ്വന്തം കപ്പിൽ 7up ആണെന്ന് കരുതി വിശ്വസിച്ച് പാവം സണ്ണിയും ചിയേഴ്സ് പറഞ്ഞു. അനൂപ് കുടിച്ചു, സഞ്ജീവ് കുടിച്ചു, വിജയും വിവേകും കുടിച്ചു. സണ്ണി അപ്പോഴും നോക്കി നിന്നു. വിവേക്: എന്തുവാടേ, പറ്റില്ലേ? ഇല്ലേൽ വെച്ചിട്ട് പോയി മുട്ടയെടുത്ത് ഓംലെറ്റ് അടിക്കാൻ പോടാ. സണ്ണി: മക്കളെ, ഇന്നും ഇന്നലെയും അല്ല ഈ സണ്ണിച്ചായൻ അടിക്കുന്നത്, നീ കണ്ടോ എന്നു പറഞ്ഞ് ഒറ്റ വലിക്ക് അത്രയും കുടിച്ചു. അതുമാത്രമേ സണ്ണിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. സണ്ണി: എന്റെ അമ്മച്ചേ, ഞാൻ ചത്തേ. ഇതിലെപ്പോഴാടാ തെണ്ടി നീ 7up ചേർത്തത് എന്നും പറഞ്ഞ് സണ്ണി ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് ദേ ചരിഞ്ഞു സോഫയിലേക്ക്. അനൂപ്: ദൈവമേ, ഇവൻ ഇനി സ്വന്തമായി മുട്ടയിടോ? ഇതും കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഒരു വിളി മത്തായിച്ചൻ: സാറേ, എന്തോ ഒരു കൂട്ടച്ചിരി. സണ്ണി: അയ്യോ, ആവോ, തന്റെ അപ്പം പെറ്റ് പോടോ. മാത്തച്ചായൻ: അയ്യോ, ഈ കുഞ്ഞിന് ഇതെന്നാ പറ്റി? വിജയ്: ലേശം പോളിയോ മരുന്ന് പച്ചക്ക് കഴിച്ചതാ. വിവേക്: ഭാഗ്യത്തിന് മരുന്നിൽ വെള്ളമില്ലായിരുന്നു. മാത്തച്ചായൻ: എന്തായാലും കൊള്ളാം. അല്ല, എല്ലാരും ഞാൻ പോയതിനു ശേഷം ഒന്ന് ഉറങ്ങിയോ അതോ അപ്പോഴേ വീശാൻ തുടങ്ങിയോ? സണ്ണി: ആരെങ്കിലും വല്ല ബുക്ക് എടുത്ത് എനിക്കൊന്ന് വീശിത്തായോ? അയ്യോ അമ്മച്ചേ, ഞാനിപ്പോ ചാവുമേ. എന്തൊരു സുഖം. അനൂപ്: ഇവന്റെ കാര്യം ദൂരദർശൻ മോഡൽ ഡൽഹി റിലേ ആയി. സഞ്ജീവ്: എന്റെ പൊന്ന് മത്തായിച്ചോ, ഉറങ്ങിയ കാര്യമൊന്നും പറയണ്ട. ദേ, ആ അടുക്കളയിലെ പൈപ്പ് തുറന്നപ്പോ കട്ട ചോര വരുന്നുണ്ട്. മത്തായിച്ചൻ: ഏത് പൈപ്പ്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, മുകളിൽ ടാങ്ക് അടക്കം ഞാനല്ലേ നിന്ന് വൃത്തിയാക്കിപ്പിച്ചേ. സഞ്ജീവ്: സംശയമുണ്ടെങ്കിൽ വാ, ഞങ്ങൾ കാണിച്ചു തരാം. പൈപ്പിൽ മാത്രമല്ല, ദേ ഇവൻ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തപ്പോ അത് കണ്ട് പേടിച്ച് ആ വെള്ളം മുഴുവൻ ആ അടുക്കളയിൽ വീണിട്ടുണ്ട്. മത്തായിച്ചൻ: എന്നാ വാ, അതൊന്ന് നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. എല്ലാരും കൂടി അടുക്കളയിൽ പോയി. അടുക്കള വാതിൽ തുറന്ന് കയറിയ മത്തായിച്ചൻ ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു. മത്തായിച്ചൻ: എവിടെ? നിങ്ങൾ പറഞ്ഞ ചോരയൊക്കെ എവിടെ? സഞ്ജീവ് അടക്കം ബാക്കിയുള്ളവർ ആകെ അമ്പരന്നു പോയി. കാരണം അവിടെയെങ്ങും ചോരയില്ല, വെറും വെള്ളം മാത്രം വീണ് കിടക്കുന്നു. കൂടാതെ മാത്തച്ഛൻ ചെന്ന് പൈപ്പ് തുറന്നു നോക്കി, അപ്പോഴും വരുന്നത് വെള്ളം മാത്രം. ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെ ശരിയാവും?
സഞ്ജീവ് മനസ്സിലോർത്തു. ഞങ്ങൾ തുറന്നപ്പോൾ വന്ന ചോരയും ദുർഗന്ധവും ഇപ്പൊ എവിടെ? എല്ലാവരും ഞെട്ടലോടെയും പേടിയോടെയും നോക്കി നിന്നു. മത്തായിച്ചൻ: ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴേ കുടി തുടങ്ങിയല്ലേ? ഇതേതാ സാധനം? അനൂപ്: വോഡ്ക. മത്തായിച്ചൻ: അപ്പൊ നിങ്ങളുടെ കാര്യം പോക്കാം. ചിരിച്ചുകൊണ്ട് മത്തായിച്ചൻ അവിടെ നിന്ന് ഇറങ്ങി ഹാളിൽ വന്നിരുന്നു. ഒപ്പം തങ്ങൾക്കുണ്ടായ ആ അനുഭവത്തിന്റെ കാരണം തേടി മറ്റുള്ളവരും. സഞ്ജീവ്: മത്തായിച്ച, ഞങ്ങൾ കള്ളം പറയുന്നതല്ല, ശരിക്കും കണ്ടതാ. അനൂപ്: അതെ ചേട്ടാ. വിജയ്: എന്താ ഇങ്ങനെയൊക്കെ ഈ വീട്ടിൽ? വിവേക്: എന്തെങ്കിലും പ്രശ്നമുള്ള വീടാണോ ഇത്? സണ്ണി: സത്യം പറ മത്തായിച്ച, ഇതെന്നാ നടക്കുന്ന ഇവിടെ? മത്തായിച്ചൻ: ഇവിടെ അങ്ങനെ ഒരു കുഴപ്പവുമില്ല. സണ്ണി: ഒന്ന് വെടിയടി നിർത്തൂ. ഞങ്ങൾ വന്ന വഴി മുതൽ പലതും ശ്രദ്ധിക്കുക. പലരും പറഞ്ഞ് ഇവിടെ അത്ര പന്തിയല്ലെന്ന്. എന്താ ശരിക്കും? പറ മത്തായിച്ച. മത്തായിച്ചന്റെ മുഖത്തെ ചിരി മാഞ്ഞു. കണ്ണുകളൊക്കെ കയറി ചുവന്നു. ഒരു അടഞ്ഞ സ്വരത്തിൽ മത്തായിച്ചൻ പറഞ്ഞു: നിങ്ങൾക്ക് വാലും തലയും അറിയില്ല ഈ ബംഗ്ലാവിനെ കുറിച്ച്. നിങ്ങൾ കേട്ടത് എന്താണെന്നറിയില്ല, എങ്കിലും പറയാം. ശരിക്കും പേടിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. അത് കേട്ട് എല്ലാവരും ഭീതിയോടെ നിൽക്കുന്നു. മത്തായിച്ചൻ തുടർന്നു: ഒരു 2.5 വർഷം മുന്നേ ഒരു ഫാമിലി ഇവിടെ അവരുടെ അവധിക്കാലം ആഘോഷിക്കുവാനെത്തി. സുമൻ, സുജിത, മകൾ 6 വയസ്സുള്ള സുമിത. പക്ഷേ അവർക്ക് ഇവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു. എന്തോ ബിസിനസ് പൊളിഞ്ഞു എന്നൊക്കെയാണ് കാരണം. കൂടാതെ അയാളുടെ ഭാര്യയ്ക്ക് വേറെ എന്തോ അവിഹിത ബന്ധം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. അയാൾ ഈ ബംഗ്ലാവിൽ പുറകുവശത്തുള്ള ആ മരത്തിൽ തൂങ്ങിയാണ് മരിച്ചത്. ഭാര്യയുടെയും കുഞ്ഞിന്റെയും ഒരു വിവരവും കിട്ടിയിട്ടുമില്ല. അവർ അന്ന് ഒരു കാറിൽ ഇരുന്ന് പോകുന്നതായി കണ്ടവർ പലരുമുണ്ട്. ഇതെല്ലാം കേട്ട് സഞ്ജീവും വിജയും വിവേക്കും അനൂപും നന്നെ പേടിച്ച മട്ടിലിരുന്നു. അപ്പോഴും എല്ലാരെയും നോക്കി പുച്ഛം നടിച്ചുകൊണ്ട് സണ്ണിയിരുന്നു. എന്നിട്ട് സണ്ണി മത്തായിച്ചനോട് പറഞ്ഞു: ആ എന്നിട്ട് ബാക്കി പറ, കേക്കട്ടെ. അന്ന് തൊട്ടല്ലേ ഇവിടെ സംതിങ് റോങ് ആയി നടക്കുന്നേ? മത്തായിച്ചൻ: അതെങ്ങനെ മോന് മനസ്സിലായി? സണ്ണി: അത് പിന്നെ അങ്ങനെ ആകണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ഇത്. മത്തായിച്ചൻ: കളിയാക്കണ്ട കുഞ്ഞെ, നിങ്ങൾ വന്നത് ആഘോഷിക്കുക, എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി മടങ്ങുക. സണ്ണി: അത് പിന്നെ അത്രയേ ഉള്ളൂ, നമ്മളായിട്ട് ഒന്നിനും പോകില്ല. പക്ഷെ നമ്മളെ കയറി ചൊറിഞ്ഞാൽ പ്രേതമായാലും ഭൂതമായാലും നമ്മൾ കയറി മാന്തും. അനൂപ്: ഉവ്വ, അങ്ങ് ചെന്നച്ചാലും മതി മാന്താൻ. വിജയ്: മത്തായച്ചൻ ഇതൊന്നും കാര്യമാക്കണ്ട. ഇവൻ ഇങ്ങനെയാ, പറഞ്ഞിട്ട് കാര്യമില്ല. 2 അകത്ത് ചെന്നാൽ പലതും പറയും. മത്തായച്ചൻ: ആ, നിങ്ങൾക്കുള്ള ആഹാരമെല്ലാം ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ ഈ പൈപ്പ് തുറന്ന് മെനക്കിടേണ്ട. ഒരു 1/2 മണിക്കൂറിനകം വാട്ടർ ക്യാൻ ഇവിടെ എത്തും. സഞ്ജീവ്: വളരെ ഉപകാരം. മത്തായിച്ചൻ: ഇതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ കുഞ്ഞെ? സഞ്ജീവ് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു വലിച്ചു. എന്നിട്ട് ആ സോഫയിൽ മലർന്നു കിടന്ന് ആലോചിച്ചു. ഒന്നും പിടികിട്ടുന്നില്ല, എന്തൊക്കെയോ എവിടെയോ ഉള്ളതുപോലെ. ഇനി എന്താകും മുന്നോട്ടുള്ള ദിവസങ്ങൾ? വരുന്നത് വരട്ടെ എന്ന് കരുതി സഞ്ജീവ് എണീറ്റ് പോയി മുഖം കഴുകി. രാത്രി അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി. സഞ്ജീവിന് ഉറക്കം വന്നില്ല. പലതും ആലോചിച്ചു കിടന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. പെട്ടെന്നാണ് ഒരു നിലവിളി കേട്ടത്. സഞ്ജീവ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഓടിച്ചെന്നു. ഒപ്പം വിജയ്, വിവേക്, അനൂപും പുറത്തേക്ക് വന്നു. അത് സണ്ണിയുടെ നിലവിളിയായിരുന്നു. നോക്കിയപ്പോൾ ബംഗ്ലാവിന്റെ മുറ്റത്ത് ബോധം കെട്ടി കിടക്കുന്നു സണ്ണി. വിവേക്: ഇവനിത് എന്തു പറ്റിയതാ? അനൂപ്: ഓവറായിട്ട് അടിച്ചു കയറ്റിയിട്ട് ഇറങ്ങിക്കോളും പണ്ടാര. വിജയ്: ഇനി ഇതിനെ ചുമന്ന് നടക്കണമല്ലോ. സഞ്ജീവ്: എന്തോ ആകട്ടെ, നമുക്ക് ഇവനെ എടുത്ത് അകത്തേക്ക് കിടത്താം. അങ്ങനെ അവർ സണ്ണിയെ എടുക്കാൻ അടുത്തേക്ക് ചെന്നപ്പോൾ സണ്ണി ചാടി എണീറ്റിട്ട് എല്ലാരെയും പറ്റിച്ചേ. അനൂപ്: അവന്റെ ഒരു പറ്റിക്കൽ, കള്ളപ്പന്നി, നിന്നെ ഒന്ന് നോക്കിക്കോ എന്നും പറഞ്ഞ് സണ്ണിയെ അടിക്കാൻ ഓടിക്കുന്നു. ബാക്കിയുള്ളവരിൽ സഞ്ജീവ് ഒഴിച്ച് എല്ലാവരും അടി കൊടുക്കാൻ കൂടെ കൂടുന്നു. പിള്ളേരുടെ ഓരോ കുസൃതി പ്രവൃത്തികൾ കണ്ട് സഞ്ജീവ് ഒരു നിമിഷം നിന്ന് ഒരു ദീർഘനിശ്വാസം എടുത്ത് എന്നിട്ട് അകത്തേക്ക് കയറാൻ പോയപ്പോഴാണ് അക്കാര്യം സഞ്ജീവിന്റെ കണ്ണിൽപ്പെട്ടത്. ഒരു കറുത്ത രൂപം കാലിൽ സ്പ്രിങ് വെച്ച് ചാടുന്നത് പോലെ ചാടി ചാടി പോകുന്നു. അത് അവിടെ നിന്ന് ആ വഴി വിളക്ക് കഴിഞ്ഞ് കാടിന്റെ ഇരുളിലേക്ക് മറഞ്ഞു. പുറത്ത് കണ്ട കാര്യം പറയാതെ സഞ്ജീവ് വന്ന് ഹാളിലെ സോഫയിലിരുന്ന് ഉറങ്ങി. നേരം വെളുത്ത് കണ്ണിൽ സൂര്യകിരണങ്ങൾ തട്ടി ഉണർന്ന സഞ്ജീവ് മറ്റുള്ളവരെയും വിളിച്ചുണർത്തി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് റെഡിയായി പുറത്തേക്ക് പോകാൻ ഇറങ്ങി.
മത്തായിച്ചനും അവിടെ എത്തി. എല്ലാവരും കൂടെ കാടിന്റെ ഉള്ളിലുള്ള ഒരു അരുവിയിലേക്ക് യാത്ര തിരിച്ചു. നടന്ന് നടന്ന് കുറച്ചകലെ ചെന്നതും സഞ്ജീവിന് എന്തോ ഓർമ്മ വന്നതുപോലെ ചുറ്റും നോക്കി. താൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ കാട്. സഞ്ജീവ് അവരുടെ കൂടെ പോകാതെ മനസ്സിൽ കണ്ട സ്വപ്നം അയവറക്കി മുന്നോട്ട് നടന്നു. കുറച്ചകലെ നടന്നു ചെന്നപ്പോൾ സഞ്ജീവിനെ കാത്തിരുന്നത് അത്ഭുതമായിരുന്നു. കാരണം അതേ സ്വപ്നത്തിൽ കണ്ട ഗാരേജ്. സഞ്ജീവ് ഒന്ന് തിരിഞ്ഞു നോക്കി. കൂടെ വന്നവർ കുറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. പതിയെ ഇറങ്ങി നേരെ ആ ഗാരേജിലേക്ക് സഞ്ജീവ് കയറി ചെന്നു. ഒരു ജീപ്പ് അവിടെ കിടപ്പുണ്ട്. മുഴുവനും പൊടിയും വലയും അടിച്ച് കിടപ്പാണ്. ചുറ്റും നോക്കിയ സഞ്ജീവിന് വീണ്ടും അത്ഭുതം തോന്നി. സ്വപ്നത്തിൽ കണ്ട അതേ പാവക്കുട്ടി അതേപോലെ ആ ടയർ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിരിക്കുന്നു. അടുത്തു ചെന്ന് ആ പാവയെ എടുത്തു. എന്തോ ഒരു മുരൾച്ച പോലെ. അപ്പൊ പുറത്ത് കേട്ടു. സഞ്ജീവ് ഒന്ന് ഞെട്ടി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കി. അവിടെയെങ്ങും ആരും തന്നെയില്ല. വീണ്ടും അകത്ത് കയറി ആ പാവയെ എടുത്തുകൊണ്ട് സഞ്ജീവ് പുറത്തേക്ക് ഇറങ്ങി നടന്നു. നടന്ന് നേരെ ചെന്ന് ഇറങ്ങിയത് ഒരു അരുവിയിലായിരുന്നു. അവിടെ സഞ്ജീവിന് മുന്നേ വിജയ്, വിവേക്, സണ്ണി, അനൂപ് ഇവര് 4 പേരും എത്തി. അരുവിയിലിറങ്ങി കുളി തുടങ്ങിയിരുന്നു. വിജയ്: സഞ്ജീവേട്ടാ, നിങ്ങളിത് എവിടെ പോയതാ? സഞ്ജീവ്: ഹേയ്, ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഇറങ്ങിയതാ. സണ്ണി: കറങ്ങി വീണാൽ എടുക്കാൻ ആരും കാണില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ട കേട്ടോ. ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് സഞ്ജീവ് ജാക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് ആ പാവയെ പുറത്തെടുത്തു. ആ അരുവിയിലെ വെള്ളത്തിൽ കഴുകി. ആദ്യം പൊടിയും വലയുമാണ് അതിൽ കണ്ടത്. പിന്നീട് അമർത്തി കഴുകിയപ്പോ ചെറുതായി രക്തം വരുന്നത് പോലെ തോന്നി. ദൂരെ നിന്ന് ഒരു വിളി കേട്ടു. അപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ സഞ്ജീവ് കണ്ടത് അന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പരിചയപ്പെട്ട ചങ്ങാടത്തിന്റെ കടത്തുകാരനായിരുന്നു. അത് മത്തായിച്ചൻ. സഞ്ജീവ്: ഹാ മത്തായിച്ച, വാ. സണ്ണി: അതിന് മത്തായച്ചൻ വീട്ടിൽ പോയല്ലോ. ഇങ്ങനെ പിന്നെ ഇത് ആരെയാ വിളിക്കുന്നേ? സഞ്ജീവ്: ആ മത്തായച്ചൻ അല്ലടാ, ഇത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വഴിക്ക് വെച്ച് പരിചയപ്പെട്ടതാ. സണ്ണി: ഈ ഏരിയ മൊത്തം മത്തായിക്കുട്ടന്മാരാണല്ലോ, ദൈവമേ. അനൂപ്: ആളുകൾ പലവിധമാണ്. നിന്റെ ഈ വളിപ്പ് അങ്ങേരി കേട്ടാൽ മോന്തയുടെ ഷേപ്പ് ചിലപ്പോൾ മാറും. സണ്ണി: ഓ പിന്നെ, ഒന്ന് പാടാപ്പാ. അപ്പോഴേക്കും മത്തായി ചങ്ങാടം തൊഴിഞ്ഞ് അടുത്തെത്തി. മത്തായിച്ചൻ: എന്നാ കുഞ്ഞെ, വന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നല്ലോ, ഇവരൊക്കെ ആരാ? സഞ്ജീവ്: ആ, ഇത് നമ്മളെ പിള്ളേരാണ്. ചുമ്മാ ഇരുന്ന് മടുത്തപ്പോ ഒന്ന് സ്ഥലം കാണാൻ ഇറങ്ങിയതാണ്. മത്തായിച്ചൻ: എനിക്ക് നിൽക്കാൻ സമയമില്ല കുഞ്ഞെ, കാട്ടിൽ കയറി വിറകെടുക്കാനുള്ളതാ. നിങ്ങൾ ആഘോഷിക്ക്, ഞാൻ പോവുക. സഞ്ജീവ്: ആ ആയിക്കോട്ടെ ചേട്ടാ. സണ്ണി: നോക്കടാ, അണ്ണൻ ടൈറ്റാനിക് തുഴഞ്ഞ് വിറകെടുക്കാൻ പോകുന്നത്. അണ്ണാ നോക്കിപ്പോണേ, വഴിയിൽ വല്ല മഞ്ഞുമലയും കണ്ടാൽ മുട്ടാൻ നിൽക്കണ്ട. മത്തായിച്ചൻ: എന്തുവാ കുഞ്ഞെ, കേട്ടില്ല. അനൂപ്: ഏയ് ഒന്നുമില്ല ചേട്ടാ, നോക്കി പോകാൻ പറഞ്ഞതാ. മത്തായിച്ചൻ: ഞാൻ പൊക്കോളാം, ഇവിടെ അധിക നേരം നിൽക്കണ്ട, വേഗം വിട്ടോ, പുലി വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. സണ്ണി: ആര്, പുലിയാ? വാടാ, ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പോകാം എന്നും പറഞ്ഞ് പേടിച്ച് ബാക്കിയുള്ളവരെയും കൂട്ടി ബംഗ്ലാവിലേക്ക് തിരികെ പോകുന്ന വഴി വിജയ്: എങ്ങനെയുണ്ട് സഞ്ജീവേട്ടാ, കാട് കറങ്ങി കാണാൻ പോയിട്ട്? സഞ്ജീവ്: കാട് അത് ഒരേ സമയം പാവമാണ്, അതേസമയം ഭീകരവുമാണ്. സണ്ണി: എന്നുവെച്ചാ? അനൂപ്: നിന്നെ പോലെയാണെന്ന്. സണ്ണി: എന്തോന്ന്? അനൂപ്: കണ്ടാൽ ബുദ്ധിമാനാണെന്ന് തോന്നുമെങ്കിലും മരമണ്ടനാണെന്ന്. സണ്ണി: അതിന് നിന്റെ അച്ഛന്റെ കാര്യമല്ലേ അളിയ അണ്ണൻ പറഞ്ഞത്. അനൂപ്: ദേ തന്തയ്ക്ക് വിളിച്ചാലുണ്ടല്ലോ. വിജയ്: ആ മതി. സണ്ണി: അതെന്താ, തന്തയില്ലേ? വിവേക്: ചേടാ, ഇവന്മാർ ഒരു തരത്തിലല്ലോ. വിജയ്: ചേട്ടൻ ഒറ്റയ്ക്ക് എവിടെ വരെ പോയി? സഞ്ജീവ്: ഞാൻ ഒറ്റയ്ക്ക് പോയി ഒരിടം വരെ, പക്ഷെ ഇത്രയും നാൾ ഒറ്റയ്ക്കായിരുന്നു എന്ന ചിന്ത എനിക്ക് മാറിക്കിട്ടി ഞാൻ പോയ സ്ഥലം എത്തിയപ്പോ. വിവേക്: അതെന്താ? സണ്ണി: നിഴൽ കണ്ട് പേടിച്ചു കാണും. സഞ്ജീവ്: പേടിക്കാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ, എല്ലാവരും ഉടനെ പേടിച്ചു തുടങ്ങും, അതുറപ്പായി. വിജയ്: ചേട്ടാ എന്താ കാര്യം, തെളിച്ചു പറ. സഞ്ജീവ്: ഏയ് ഒന്നുമില്ലടാ, എന്തോ ഓരോ തോന്നലുകൾ. വാ വേഗം പോകാം, ഇനി നമ്മളെ പുലി പിടിക്കാൻ നിൽക്കണ്ട. സണ്ണി: പുലി പോയിട്ട് ഒരു എലി പോലും ഇവിടെ എങ്ങുമില്ല. പറഞ്ഞു തീർന്നതും ഒരു ഗർജനം അവർ കേട്ടു. അവർ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ചു മാറി വലതുവശത്തായി. എല്ലാവരും ഒന്ന് സ്തംഭിച്ചു നിന്നുപോയി. ഞരമ്പുകളിൽ ചൂട് കയറി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ.
പതിയെ പതിയെ ആ ഗർജന ശബ്ദം അവരുടെ അടുത്തേക്ക് വരുന്നതുപോലെ അവർക്ക് തോന്നി. സഞ്ജീവ്, ആരും പേടിച്ച് ചിതറി ഓടരുത്. സഞ്ജീവ് ഒരു നിമിഷം കൊണ്ട് ചുറ്റും നോക്കി. അവിടെ അടുത്തായി ഒരു മരമുണ്ട്. അതിന്റെ മുകളിൽ ഒരു ചെറിയ വീട് പോലെ. 3 പേരെയും വിളിച്ചുകൊണ്ട് സഞ്ജീവ് ആ മരത്തിന്റെ അടുത്തേക്ക് പാഞ്ഞു. സഞ്ജീവ്, നോക്കി നിൽക്കാതെ വേഗം കയറി പോടാ മോളിലേക്ക്. എല്ലാം പെട്ടെന്നായിരുന്നു. അവർ 4 വേഗം വേഗം മരത്തിൽ കയറി ആ കുഞ്ഞു വീടിന്റെ മുകളിലെത്തി. സഞ്ജീവ്, തല താഴ്ത്തിയിരിക്കല്ല എന്ന് പറഞ്ഞു തീർന്നതും അവർ നിന്ന പഴയ സ്ഥലത്ത് ഒരു കടുവ അലറിക്കൊണ്ട് ചാടി വീണു. മനുഷ്യന്റെ മണം കിട്ടിയ ആ കടുവ അവിടെ ചുറ്റും പരതി, തന്റെ ഇരയ്ക്ക് വേണ്ടി. വിവേക്, ദൈവമേ, ഇനി നമ്മൾ എന്തു ചെയ്യും? വിജയ്, മിണ്ടാണ്ടിരിക്കടാ പുല്ലേ. സഞ്ജീവ്, പതുക്കെ സംസാരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കി. അത് അവിടെ തന്നെ ഉണ്ട്. വിവേക്, സണ്ണി, നീ എന്താടാ മിണ്ടാത്തെ? നിലത്ത് കിളി പറന്ന അവസ്ഥയിൽ വിയർത്ത് കുളിച്ച് കണ്ണും തള്ളി കിടക്കുന്നു സണ്ണി. ഒന്ന് പോടാ തെണ്ടി അവിടുന്ന്. വാ തുറന്നാൽ അമ്മച്ചി എന്ന് വിളിക്കാനുള്ള സമയം പോലും തരില്ല ആ താഴെ നിൽക്കുന്ന ജന്തു. കർത്താവേ, ഈശോ മറിയ ഔസേപ്പേ, കൂട്ടിലിരിക്കണ പുണ്യാളാ, കാട്ടിലെ കടുവയെ കൊണ്ടുപോ. അയ്യോ. വിജയ്, ചാകാൻ നേരത്ത് അവന്റെ പാട്ട്. സണ്ണി, പാടിയതല്ലടാ പുല്ലേ, പ്രാർത്ഥിച്ചതാ. സഞ്ജീവ് ഈ സമയം മെല്ലെ എഴുന്നേറ്റ് താഴേക്ക് നോക്കുമായിരുന്നു. അപ്പോ സണ്ണിയുടെ ചൊറി ഡയലോഗ് കേട്ട് ദേഷ്യം വന്ന വിജയ് അവനെ ഒന്ന് ചവിട്ടി. തിരിച്ചു ചവിട്ടാൻ നോക്കിയ സണ്ണിയുടെ ചവിട്ട് മാറി സഞ്ജീവിന് കൊണ്ടു. സഞ്ജീവിന്റെ പക്കൽ നിന്നും ആ പാവ പുറത്തേക്ക് കടുവയുടെ അടുത്തേക്ക് വീണു. നേർക്കുനേർ പാവയെ കണ്ട കടുവ അതിനെ കടിച്ചു കീറാൻ ഓടി അടുത്ത് ചെന്നിട്ട് ഒരു നിമിഷം ഒന്ന് നോക്കി. എന്നിട്ട് വിഭ്രാന്തി പിടിച്ചതുപോലെ അലറിക്കൊണ്ട് കാട്ടിലേക്ക് മറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവരും പരസ്പരം നോക്കി നിന്നു.